നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ കോലാനിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദയാ തണൽ ഡയാലിസിസ് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നവംബർ 13-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. തൊടുപുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 14-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാതല ജാഗ്രതാ സദസ്സ് നവംബർ 12-ന് തൊടുപുഴ വൈദ്യുതി ഭവനിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് മുടക്കുന്നതായി പരാതി. അലോൺസ് ബസിന്റെ ഉടമകളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ കോലാനിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദയാ തണൽ ഡയാലിസിസ് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നവംബർ 13-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ, ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ എന്നിവർ ചേർന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ദയാ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ES മൂസ അധ്യക്ഷത വഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സാമൂഹ്യ സേവന ജീവകാരുണ്യ മേഖലയിൽ 2008 മുതൽ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണലിന്റെയും ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് തൊടുപുഴയുടെയും സമീപ പ്രദേശങ്ങളിലെയും ആരോഗ്യ ജീവകാരുണ്യ സേവന മേഖലയിൽ ശക്തമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന തൊടുപുഴ ദയാ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് തൊടുപുഴ കോലാനിയിൽ ദയാ തണൽ ഡയാലിസിസ് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ സെന്റർ ആരംഭിക്കുന്നത്. സ്ഥാപനത്തിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നവംബർ 13-ന് വൈകിട്ട് 4-ന് അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ, ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. തണൽ ചെയർമാൻ ഡോക്ടർ വി ഇന്ദ്രീസ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ദയ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ES മൂസ അധ്യക്ഷത വഹിക്കും. തണൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും ദയ ചാരിറ്റബിളും കൂടി ചേർന്ന് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ഡയാലിസിസ് യൂണിറ്റും ആൻഡ് ഇന്നോവേഷൻ സെന്ററുമാണ് കോലാനിയിൽ. കോലാനി ജംഗ്ഷനിൽ തന്നെ കൂത്താട്ടുകുളത്തിന് തിരിയുന്ന ആ കവലയിൽ 23.5 സെന്റ് സ്ഥലമാണ് ഈ ബിൽഡിങ്ങിന് വേണ്ടി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇന്ത്യൻ ഹാർഡ്വെയർസിന്റെ ഉടമസ്ഥൻ ജമാൽ PH ജമാൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ് ഫ്രീ ആയിട്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു പ്രോജക്റ്റ് കൂടെ ഉണ്ട്. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോം, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പരിചരണം, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കണം, രക്ഷകർത്താക്കൾ ഇല്ലാത്ത ആളുകളെ പരിചരിക്കുന്നത്, അതോടൊപ്പം തന്നെ മാനസികമായി വൈകല്യം നേരിടുന്ന എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് ഈ ചെറുതോട്ടിങ്കര എന്ന് പറയുന്ന തൊടുപുഴയിൽ ഏതാണ്ട് 8 കിലോമീറ്റർ അടുത്ത് ചെറുതോട്ടിങ്കര പാലത്തിൻ്റെ അവിടെ നിരത്തേക്ക് ഒരു 3/4 കിലോമീറ്റർ കയറി പോകും. വളരെ വിശാലമായ ഒരു പ്രോപ്പർട്ടി, 2.5 ഏക്കർ സ്ഥലമാണ് അതുള്ളത്. അതും സ്പോൺസേർഡാണ് നമ്മുടെ പഴയ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന സാലിസാറിന്റെ മോൻ ഇജാസ്. അതിലിപ്പോൾ ദുബായിലാണ്, അതൊരു സിവിൽ എഞ്ചിനീയറാണ്. JUH സംസ്ഥാന സെക്രട്ടറി അലിയാർ ഖാസിമി, തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, വാർഡ് കൗൺസിലർ കവിത വേണു, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അജി PN, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, തൊടുപുഴ ടൗൺ മസ്ജിദ് ചീഫ് ഇമാം ഇംദാദുള്ള മൗലവി, കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ഭാസ്കരൻ നായർ എന്നിവർ ഉൾപ്പെടെ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദയ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ES മൂസ, ട്രസ്റ്റ് സെക്രട്ടറി സുനീർ ഇബ്രാഹിം, തണൽ തൊടുപുഴ മേഖലാ ചെയർമാൻ PP കാസിം, സെക്രട്ടറി PP മുഹമ്മദ് ഹനീഫ, ജോയിന്റ് സെക്രട്ടറി PK ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ GST ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജയൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാടക കെട്ടിടത്തിന് 18% GST ഏർപ്പെടുത്തിയതുൾപ്പെടെ GSTയിലെ അപാകത പരിഹരിക്കുക, പാചകവാതകത്തിന്റെ അന്യായമായ വിലക്കയറ്റം പിൻവലിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ GST ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഇതെന്ത് ന്യായം, ഇതെന്ത് കൊള്ള, പറയൂ പറയൂ സർക്കാരെ, പറയൂ സർക്കാരെ. ധർണ KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാനും ഈ ജീവിതോപാധി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്ത ഒരു ഗതികേടിലാണ് ഇന്ന് ഹോട്ടൽ ഉടമകൾ. നമുക്കറിയാം, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കേവലം ഒരു മാസം മുന്നേ 20-25 രൂപ ഉണ്ടായിരുന്ന സവാള ഇന്നലത്തെ എറണാകുളം മാർക്കറ്റിന്റെ വിലയാണ് പറഞ്ഞത്. ഇന്നലത്തെ വില 90 രൂപയാണ്. അപ്പോൾ എത്ര ശതമാനമാണ് ആ വർധനവ് എന്നുള്ളത് നമുക്ക് കണക്കുകൂട്ടിയാൽ തന്നെ കിട്ടും. 350% വില വർദ്ധിച്ചിരിക്കുകയാണ് സവാളക്ക്. ഓയിലിന്റെ സ്ഥിതിയോ അത് അതിലും കഷ്ടം. കാരണം ഒരു 1.5 മാസങ്ങൾക്ക് മുന്നേ കേവലം 92 രൂപ പെർ ലിറ്റർ കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇന്ന് 146 രൂപയാണ് ഇതിന്റെ വില. എന്ന് വെച്ചാൽ സാധാരണ ഹോട്ടലുകളിൽ സ്ഥിരമായി ആവശ്യമുള്ള എല്ലാ റോ മെറ്റീരിയൽസിന്റെയും ഉൽപ്പന്നങ്ങളുടെയും വില 300, 200, 250% വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഇരുട്ടടിയാണ്. കാരണം സർക്കാരുകൾ ഒന്നും തന്നെ ഇതിൽ ഇടപെടുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും യാതൊരു വിധത്തിലും ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കാൻ ഒരു നിയമവും കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള സഹായവും ചെയ്യുന്നില്ല, ആനുകൂല്യങ്ങളും ചെയ്യുന്നില്ല. എന്നതിനപ്പുറം എങ്ങനെ ഈ ഹോട്ടൽ മേഖലയെ ഉപദ്രവിക്കാം എന്ന് കാത്തു നിൽക്കുന്ന ഒരു വർഗമായി നമ്മുടെ സർക്കാരുകൾ, അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഹോട്ടൽ മേഖല കടന്നു പോകുന്നത്. തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജയൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ധർണാ സമരത്തിൽ ജില്ലാ സെക്രട്ടറി PK മോഹനൻ, PA സുധീർ, കണ്ണൻ നന്ദനം, പ്രതീഷ് കുര്യാസ്, ജോസ് മരിയ ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സജി പോൾ, മർച്ചന്റ്സ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, പ്രവീൺ V, ഗിരീഷ് കുമാർ, PS സുധീഷ്, ഷിബു ഐശ്വര്യ, MS കൊന്താലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. തൊടുപുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. ചോദ്യം ചോദിച്ചതിന് 24 ന്യൂസ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾക്കെതിരെ സുരേഷ് ഗോപിയുടെ തുടർച്ചയായുള്ള നിഷേധ നിലപാട് പ്രതിഷേധാർഹമാണ്. ചോദ്യം ചോദിച്ചതിന് റിപ്പോർട്ടറെ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും കേന്ദ്രമന്ത്രി നിലപാട് തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാവണമെന്നും യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ പ്രസ് ക്ലബിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ 24 ന്യൂസിൻ്റെ അലക്സ് റാം മുഹമ്മദ് അദ്ദേഹത്തെ പ്രത്യേകം പേഴ്സണലായിട്ട് വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അലക്സിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം കേട്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കേട്ടിട്ട് പോവാ, എന്നിട്ട് സംസാരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ വളരെ മോശമായി അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിൽ കൂടാതെ അദ്ദേഹത്തെ ഗൺമാനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും. ഇയാൾ അധിക്ഷേപം നടത്തുന്ന വീഡിയോ ഗൺമാനെ കൊണ്ട് എടുപ്പിക്കുന്ന സമയത്ത് അലക്സ് പറഞ്ഞു ഞാൻ എൻ്റെ ക്യാമറമാനെ വെച്ച് ഞാനും വീഡിയോ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം തടഞ്ഞു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് കൊടുക്കേണ്ട വിലയോ നിലവാരമോ സുരേഷ് ഗോപി നൽകുന്നില്ല എന്നുള്ളതാണ്. പത്രപ്രവർത്തക യൂണിയൻ പലതവണ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും സുരേഷ് ഗോപി തൻ്റെ ശൈലിക്ക് അനുസരിച്ച് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷനായി. കേരള പത്രപ്രവർത്തക യൂണിയനും അതിൻ്റെ മെമ്പർമാർക്കും മാധ്യമ മേഖലയ്ക്കുമെതിരെ കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷവും അല്ലാതെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കേരളത്തിനും അധിക്ഷേപത്തിനും ഭീഷണിക്കുമെതിരെയാണ് ഇന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ
സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. ഇന്ന് എല്ലാ സ്ഥലത്തും ഇതേ സമയത്ത് തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടക്കുകയാണ്. നമുക്കറിയാം, നിരന്തരമായി മാധ്യമ മേഖലയ്ക്കെതിരെ, മാധ്യമ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ചൊരിയുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ക്യാമറാമാനെതിരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ, റിപ്പോർട്ടർക്കെതിരെ, 24 ന്യൂസിൻ്റെ റിപ്പോർട്ടർക്കെതിരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയ ഭീഷണി മാധ്യമ പ്രവർത്തകരോടുള്ള വലിയ വെല്ലുവിളിയായി തന്നെയാണ് യൂണിയൻ നേതൃത്വം ഏറ്റെടുത്തത്. വൈസ് പ്രസിഡന്റ് PK ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി, മുൻ പ്രസിഡന്റ് MN സുരേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നന്ദു VV, മുൻ പ്രസിഡന്റുമാരായ അഷ്റഫ് വട്ടപ്പാറ, ഹാരിസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 14 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പറ്റം ബൈപ്പാസിലുള്ള കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരിയായിരുന്ന PK കൃഷ്ണൻ നായരുടെ ഛായാചിത്രം യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് MP അനാച്ഛാദനം ചെയ്യും. തുടർന്ന് മികച്ച കർഷകരെയും കാർഡ്സിന്റെ അണിയറ പ്രവർത്തകരെയും ആദരിക്കും. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും ഉണ്ടായിരിക്കും. കാർഷിക മേഖലയിൽ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി 25ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ആഘോഷ പരിപാടികളാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നവംബർ 14 കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിൽ ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിക്കും. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് നവംബർ 14 വ്യാഴാഴ്ച 3 മണിക്ക് തുടക്കം കുറിക്കുന്നത്. കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള കർഷക ഓപ്പൺ മാർക്കറ്റിലാണ് രജത ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. 2001 കാർഡ്സിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവരെയും അണിനിരത്തിയാണ് ജൂബിലി ആഘോഷവേദിയിലെ ഉദ്ഘാടന ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ശ്രീ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. രക്ഷാധികാരിയായിരുന്ന ശ്രീ PK കൃഷ്ണൻ നായരുടെ ഛായാചിത്രം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP അനാച്ഛാദനം ചെയ്യും. മികച്ച കർഷകരെയും ബാലകർഷകരെയും കാർഡ്സിൻ്റെ അണിയറ പ്രവർത്തകരെയും ശ്രീ ഫ്രാൻസിസ് ജോർജ് ആദരിക്കും. അഡ്വക്കേറ്റ് വിദ്യാസാഗർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര അനുഗ്രഹ പ്രഭാഷണം നടത്തും. ശ്രീ MP ഷൗക്കത്ത് അലി, മുൻ മുനിസിപ്പൽ ചെയർമാൻ പ്രൊഫസർ MJ ജേക്കബ്, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ശ്രീമതി ലീലമ്മ ജോസഫ്, ശ്രീ തോമസ് മാത്യു, അഡ്വക്കേറ്റ് ബാബു പരമേശ്വരൻ, ശ്രീമതി സുമതി നാരായണൻ നായർ, ശ്രീ PM മാനുവൽ, ശ്രീ MS നാരായണൻ നായർ എന്നിവർ ആശംസകൾ നേരും. ശ്രീ NJ മാമച്ചൻ സ്വാഗതവും ശ്രീ MD ഗോപിനാഥൻ നായർ പ്രതിജ്ഞ അർപ്പിക്കും. 5 മണി മുതൽ സ്നേഹവിരുന്നും പങ്കെടുക്കുന്നവർക്കെല്ലാം സ്നേഹ സമ്മാന വിതരണവും നടക്കും. 6 മണി മുതൽ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നൃത്തോത്സവവും ഗാനമേളയുമാണ്. 2001 പ്രവർത്തനം ആരംഭിച്ച കാർഡ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വേദി പങ്കിട്ട വിശിഷ്ട അതിഥികളെ എല്ലാവരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും. രക്ഷാധികാരിയായിരുന്ന PK കൃഷ്ണൻ നായരുടെ ഛായാചിത്രം ഫ്രാൻസിസ് ജോർജ് MP അനാച്ഛാദനം ചെയ്യും. തുടർന്ന് മികച്ച കർഷകരെയും ബാലകർഷകരെയും കാർഡ്സിന്റെ അണിയറ പ്രവർത്തകരെയും ആദരിക്കും. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര അനുഗ്രഹ പ്രഭാഷണവും അഡ്വക്കേറ്റ് വിദ്യാസാഗർ മുഖ്യപ്രഭാഷണവും നടത്തും. മുൻ മുനിസിപ്പൽ ചെയർമാൻ MP ഷൗക്കത്ത് അലി, പ്രൊഫസർ MJ ജേക്കബ്, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ലീലാമ്മ ജോസ്, തോമസ് മാത്യു, അഡ്വക്കേറ്റ് ബാബു പരമേശ്വരൻ, സുമതി നാരായണൻ നായർ, PM മാനുവൽ, MS നാരായണൻ നായർ, NJ മാമച്ചൻ, MD ഗോപിനാഥൻ നായർ എന്നിവർ സംസാരിക്കും. തുടർന്ന് സ്നേഹവിരുന്നും സമ്മാന വിതരണവും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഡാൻസും ഗാനമേളയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാതല ജാഗ്രതാ സദസ്സ് നവംബർ 12 തൊടുപുഴ വൈദ്യുതി ഭവനിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രതാ സദസ്സിൽ പങ്കെടുക്കും. KSEB മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും ആസൂത്രണമില്ലായ്മയും മൂലമുണ്ടാകുന്ന ഭാരിച്ച സാമ്പത്തിക ബാധ്യതയ്ക്കും കറന്റ് ചാർജ് വർധനയ്ക്കും പെൻഷനും ശമ്പളവുമാണ് കാരണമെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഉയർന്ന വിലയ്ക്കുള്ള വൈദ്യുതി കൂടുതൽ വാങ്ങേണ്ടി വരുന്നത് ജലവൈദ്യുതിയുടെ ഉൽപ്പാദനത്തിൽ പുലർത്തുന്ന അനാസ്ഥ മൂലമാണെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഭാരവാഹികൾ. സംഘടനയുടെ നേതൃത്വത്തിൽ നവംബർ 12 ഉച്ചയ്ക്ക് 1 തൊടുപുഴ വൈദ്യുതി ഭവനിൽ ഇടുക്കി ജില്ലാതല ജാഗ്രതാ സദസ് നടത്തും. KSEB ലിമിറ്റഡ് വക മാറ്റി ചെലവാക്കിയ 4000 കോടി രൂപ വരുന്ന പെൻഷൻ ഫണ്ട് പലിശ സഹിതം തിരിച്ചടയ്ക്കുവാനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ നടപ്പാക്കുക, പെൻഷൻകാർക്ക് അനുവദിച്ച ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, ആരോഗ്യവകുപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക,
സർക്കാരിലെ പെൻഷൻകാർക്കുള്ള വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷൻകാർക്കും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഭാരവാഹികൾ ഉന്നയിച്ചു. KSEB മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും ആസൂത്രണമില്ലായ്മയും മൂലമുണ്ടാകുന്ന ഭാരിച്ച സാമ്പത്തിക ബാധ്യതയ്ക്കും കറന്റ് ചാർജ് വർധനയ്ക്കും പെൻഷനും ശമ്പളവുമാണ് കാരണമെന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഞങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസ്റ്റർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ ടെസ്റ്റ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിന്റെ ഹിയറിംഗ് ഒക്കെ നടത്തി ഞങ്ങളുമായിട്ട് ഹിയറിംഗ് ഒക്കെ നടത്തി ഇറക്കിയ ഒരു ഉത്തരവ് 6/9/24 ഇറക്കിയ ഉത്തരവ് അത് കൃത്യമായി നടപ്പിലാക്കി പെൻഷൻകാരുടെ ഭാവി ബാധ്യതകൾ മാസ്റ്റർ ടെസ്റ്റ് വഴി നിറവേറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് സർക്കാർ തന്നെ ഉത്തരവിറക്കി. ആ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോർഡിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിന് വേണ്ടി അതിന്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ചെലവ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പുറത്തുനിന്നുള്ളതും അല്ലെ നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള ഊർജോത്പാദനം അതിനുണ്ടാകുന്ന ചെലവുകൾ ആണ്. ആ ചെലവുകൾ പരമാവധി വർഷങ്ങളിൽ മാത്രമേ നമ്മുടെ താരിഫ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രതാ സദസ്സിൽ സംസാരിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് M. ഡേവിഡ്, ജനറൽ സെക്രട്ടറി AV. വിമൽചന്ദ്, സാങ്കേതിക സമിതി കൺവീനർ M. മുഹമ്മദ് അലി റാവുത്തർ, ലീഗൽ സമിതി കൺവീനർ VP. രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് VK. രമേശ്, ജില്ലാ പ്രസിഡന്റ് KA. എബ്രഹാം, ജില്ലാ സെക്രട്ടറി ഡെന്നീസ് ലോറൻസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുല്ലക്കാലത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കാനം CHC പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം KPCC മെമ്പർ R. ബാലൻപിള്ള നിർവഹിച്ചു. UDF ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. 40 വർഷം മുമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ആതുരാലയത്തിൽ നാളിതുവരെയായിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരണം നടത്തുമ്പോൾ 6 പഞ്ചായത്തുകൾക്ക് ചികിത്സാ സഹായം ലഭിക്കേണ്ട ആശുപത്രിക്കെതിരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത്. മുല്ലക്കാനം ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് മുല്ലക്കാനം ടൗണിൽ വെച്ച് നടത്തിയ ധർണ KPCC അംഗം R. ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. 5 പഞ്ചായത്തിന് വേണ്ടിയുള്ള CHC അലോട്ട്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ഡോക്ടർമാർ പറയുന്നത് ഒരു മാസത്തെ അലോട്ട്മെന്റ് 5 പഞ്ചായത്തിലെ രോഗികൾക്ക് തരുന്നുണ്ട്. അത് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മരുന്ന് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കുന്നില്ല. ആരോ ഉത്തരവാദി? ഇതല്ല ജനങ്ങളാണോ? രോഗികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മരുന്നിന്റെ അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുള്ള. ആരാ ഗവൺമെന്റ് ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. ഐക്യ ജനാധിപത്യ മുന്നണി അല്ലല്ലോ. പിണറായി വിജയൻ ഭരിക്കപ്പോ 8 വർഷമായല്ലോ. 8 വർഷക്കാർക്ക് പിന്നിട്ടില്ലേ? ഈ ആശുപത്രി ഇവിടെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഈ പഞ്ചായത്തിന് മാത്രമല്ല, ഈ 3-5 പഞ്ചായത്തിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. ഈ നാടിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാണ് ഈ ആശുപത്രി. പക്ഷെ ഈ ആശുപത്രിയുടെ ഓരോ ദിവസവും ഈ ആശുപത്രിയുടെ മരണമണിയാണ് ഈ ഗവൺമെന്റ് മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ നാടിനോട് കടപ്പാടുണ്ട്, ഈ നാട്ടിലെ ജനങ്ങളോട് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സമര രംഗത്ത് കടന്നു വരുന്നത്. UDF ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ ജോഷി കന്യാകുഴി സ്വാഗതം ആശംസിച്ചു. UDF ഭാരവാഹികളായ MP ജോസ്, ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റാടി, KS ശിവൻ, OS ജോസഫ്, സുധീർ കോട്ടക്കുടി, ഷാജി അമ്പാട്ട്, കിങ്ങിണി രാജേന്ദ്രൻ, പുഷ്പലത സോമൻ, ബെന്നി പാലക്കാട്ട്, വിൻസു തോമസ്, TK സുജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് മുടക്കുന്നതായി പരാതി. അലോൺസ് ബസിന്റെ ഉടമകളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റ് ബസ് ഉടമകൾ അലോൺസ് ബസിന്റെ മുൻവശത്ത് കാറ് കൊണ്ട് നിർത്തി തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പരാതി. കരിമണ്ണൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന അലോൺസ് ബസ്
2:05 തൊടുപുഴയിൽ നിന്ന് 3:08 ഉപ്പുകുന്നിലെത്തി 3:50 തിരിച്ചു പോരുന്ന ട്രിപ്പിൽ ബസ്സിന് തടസ്സം സൃഷ്ടിക്കുകയും ബസ് താമസിച്ചെന്ന് പറഞ്ഞ് ട്രിപ്പ് മുടക്കാൻ വേണ്ടി ആളുകളെ കയറ്റാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയാണെന്ന് ബസ് ഉടമകൾ ആരോപിച്ചു. മറ്റു ബസ് ഉടമകൾ അലോൺസ് ബസിന്റെ മുൻവശത്ത് കാറ് കൊണ്ട് നിർത്തി തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പരാതി. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ബസ് തൊടുപുഴ പെരിങ്ങാശ്ശേരി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂട്ടിൽ നമുക്കൊരു ടൈം മാനേജ് ചെയ്യണമല്ലോ. നമുക്ക് കറക്റ്റ് സമയത്ത് പോയിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചു വരണം. ഓടുന്ന സമയത്ത് വളരെ ചെറിയ റോഡിൽ കൂടെയാണ് നമ്മുടെ വണ്ടി ഓടുന്നത്. എതിർവശത്ത് വരുന്ന വണ്ടി പ്രോപ്പറായിട്ട് നമുക്ക് സൈഡ് തന്നില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പല സമയങ്ങളിലും നമ്മുടെ വണ്ടിയുടെ പുറയിൽ ഓടേണ്ട വണ്ടിയുടെ ആയ ആൾക്കാർ നമുക്ക് മാർഗ്ഗ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ കാർ കൊണ്ടുവന്ന് റോഡിൽ നടക്ക് നിർത്തുകയും നമ്മളൊരു നിർത്തുന്ന സമയത്ത് നമുക്കൊരു തർക്കം ഉണ്ടാകും. ആ തർക്കത്തിൽ നമ്മുടെ 1-2 മിനിറ്റ് നഷ്ടപ്പെടുകയും പുറകെ വരുന്ന വണ്ടി നമുക്കൊപ്പം എത്തുകയും ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് അവർക്ക് ആളെ എടുക്കാൻ പുറകെ വരുന്ന വണ്ടി സമ്മതിക്കത്തില്ല. അങ്ങനെ 1-2 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ആയിട്ടില്ല ഇതുവരെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് റൂട്ടും സമയവും എല്ലാം നഷ്ടമാകുന്നുണ്ട്. അപ്പം അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മറ്റു ബസ്സുകളിലെ ജീവനക്കാർ ഡോറിൽ കയറി നിന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നും ഉടമകൾ ആരോപിച്ചു. കരിമണ്ണൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഒരു ഫലവും കാണുന്നില്ലെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിങ്ങാശ്ശേരി. തൊടുപുഴ കുമാരമംഗലം സ്കൂൾ ഭാഗത്ത് വെച്ച് അജ്ഞാത വാഹനമിടിച്ച് തെരുവു നായയ്ക്ക് പരിക്കേറ്റു. നെറ്റിക്ക് വണ്ടിയിടിച്ച നായയുടെ ഒരു കണ്ണ് പൊട്ടി പുറത്തു വന്നു. തുടർന്ന് ആനിമൽ റെസ്ക്യൂ വിഭാഗത്തിൽ നിന്ന് മഞ്ജുവും കീർത്തിദാസും എത്തി നായയെ ഏറ്റെടുത്തു. പരിക്കേറ്റ കണ്ണിന് ഉടൻ തന്നെ സർജറി നടത്തുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച് കിടന്ന തെരുവ് നായ്ക്ക് പുതുജീവനാക്കി ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ. ഇന്ന് രാവിലെ 9:00-ഓടെയാണ് കുമാരമംഗലം സ്കൂളിന് സമീപം തെരുവ് നായയെ വാഹനമിടിച്ചിട്ട ശേഷം നിർത്താതെ പോയത്. നായയുടെ തലയിൽ വാഹനം ഇടിച്ചതിനെ തുടർന്ന് നെറ്റിയിൽ ഗുരുതര പരിക്കേൽക്കുകയും ഒരു കണ്ണ് പുറത്തേക്ക് ചാടിയ നിലയിലുമായിരുന്നു. ഏതാനും സമയത്തിന് ശേഷം അതുവഴി വന്ന മംഗളം ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫറായ ഏഞ്ചൽ അടിമാലി ജില്ലാ ആനിമൽ റെസ്ക്യൂ അംഗങ്ങളായ മഞ്ജുവിനെയും കീർത്തിദാസിനെയും വിവരം അറിയിച്ചു. കണ്ണിന് പരിക്കേറ്റ നായയെ ഉടൻ തന്നെ മണക്കാടുള്ള സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തി. ഏതാനും ദിവസത്തിനുള്ളിൽ പരിക്ക് ഭേദമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മഞ്ജുവും കീർത്തിദാസും പറഞ്ഞു. ഇപ്പോഴെത്തിച്ച നായ ഉൾപ്പെടെ പലവിധ കാരണങ്ങളാൽ ഉടമസ്ഥർ ഉപേക്ഷിച്ചതും പരിക്കേറ്റതുമായ 1 ഡസനോളം നായകളെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നൽകുന്ന ഭക്ഷണസാധനങ്ങൾ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് ഇരുവരും നായകളെ സംരക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഓശാന ഹോമിൽ ഏകദിന സെമിനാർ നടത്തി. വിജ്ഞാനമാതാപ്പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്രിസ്തീയ ഗാനരചയിതാവും ഗായകനുമായ ബേബി ജോൺ കലയന്താനി സെമിനാർ നയിച്ചു. വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഏരിയ കൗൺസിലും തൊടുപുഴ ഈസ്റ്റും സംയുക്തമായി തൊടുപുഴ ഓശാന ഹോമിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. വിജ്ഞാനമാതാ പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്രിസ്തീയ ഗാനരചയിതാവും ഗായകനുമായ ബേബി ജോൺ കലയന്താനി ഗാനരൂപേണയുള്ള സെമിനാർ നടത്തി. ഏകമല്ലോ എന്റെ സഭ, പാവനമല്ലോ എന്റെ സഭ, സ്ലൈഹികമല്ലോ എന്റെ സഭ, സാർവത്രികമാണ് എന്റെ സഭ. ഏകമല്ലോ എന്റെ സഭ, പാവനമല്ലോ എന്റെ സഭ, സ്ലൈഹികമല്ലോ എന്റെ സഭ, സാർവത്രികമാണ് എന്റെ സഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ. തിരുസഭ തന്നുടെ കുഞ്ഞാണ്, അതിലഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ. തിരുസഭ തന്നുടെ കുഞ്ഞാണ്, അതിലഭിമാനിക്കും ഞാൻ. രക്ഷകനാകും ഈശോ സ്ഥാപിതമാക്കിയ പുണ്യസഭ, പത്രോസാകും പാറയിലെന്നും കുറച്ചൊരു സത്യസഭ. തൊടുപുഴ ഈസ്റ്റ് AC പ്രസിഡന്റ് മൈക്കിൾ ഫ്രാൻസിസ്, തൊടുപുഴ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ജോസ് MP, സെൻട്രൽ കൗൺസിൽ സെക്രട്ടറി ജോസ് കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. കലാമത്സരങ്ങൾക്ക് ഏറ്റവും നല്ല കോൺഫറൻസിനുള്ള അവാർഡ് വിജ്ഞാനമാതാ കോൺഫറൻസിന് വേണ്ടി KK ആന്റണി ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ AEO സജീവ് KB പതാക ഉയർത്തി. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. 35ാമത് കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവം കോട്ടപ്പടി മാർ ഏലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ചു. 97 സ്കൂളുകളിൽ നിന്ന് 8 വേദികളിലായി 333 ഇനങ്ങളിൽ 3400ഓളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ AEO സജീവ് KB പതാക ഉയർത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ ഇന്നലെ അവസാനിച്ച സംസ്ഥാന ചരിത്രത്തിൽ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയത്. അത് ആദ്യമായി കേരളത്തിലാണ്. നമ്മൾ പല കാര്യത്തിലും അങ്ങനെയാണ്. ലോകത്തിലും രാജ്യത്തിലും മാതൃകയാണ് ഇന്ത്യയുടെ തെക്കേയറ്റത്ത് കിടക്കുന്ന കേരളം എന്ന ചെറിയ പ്രദേശം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ, ഒരുപക്ഷെ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കോട്ടപ്പടി പഞ്ചായത്ത്. അപ്പോൾ എല്ലാ നിലയിലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം, പരിഗണനയും കൊടുത്തു പോകുന്ന ഒരു ഗ്രാമപ്രദേശം എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു കലോത്സവം. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ പള്ളി വികാരി റവറൻ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജീന കെ കുര്യാക്കോസ്, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് GBP ഐസക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വഴിയോര കച്ചവടം പരിപൂർണമായി ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നിലപാടെന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ. ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനാണ് വ്യാപാരി വ്യവസായ സമിതി തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഴിയോര കച്ചവടം പരിപൂർണമായി ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നിലപാടെന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു. വഴിയോര കച്ചവടം പരിപൂർണമായിട്ട് നിരോധിക്കണം എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട്. സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ നിവേദനങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട്. വഴിയോര കച്ചവടം മാത്രമല്ല, വാഹനങ്ങളിൽ കൊണ്ടു നടന്ന് സാധനങ്ങൾ അങ്ങാടികളിൽ, പട്ടണങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ ഇട്ട് വിൽപ്പന നടത്തുന്നതും പരിപൂർണമായിട്ട് നിരോധിക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട്. അത് ബഹുമാനിയായ കളക്ടർക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റി അതിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. കളക്ടറുമായിട്ട് ഒരു തവണ ആ കാര്യം വിശദമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള വഴിയോര കച്ചവടവും അതുപോലെ തന്നെ വാഹനങ്ങളിൽ കൊണ്ടു നടന്നുള്ള കച്ചവടവും അത് നിരോധിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇപ്പം മൂന്നാറിലേതുപോലെ തന്നെ എല്ലാ അങ്ങാടികളിലും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനായിട്ടാണ് വ്യാപാരി വ്യവസായി സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു പെട്ടിയിൽ കൊണ്ടുവന്നൊരു സാധനങ്ങൾ വിൽക്കുന്നതല്ല. ഇത് വലിയ ലോബികൾ ആണ് ഈ വ്യാപാരങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ വാടകയ്ക്ക് ചേർത്തിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന GSTയും അതുപോലെ തന്നെ വ്യാപാര മാന്ദ്യവും സാമ്പത്തിക മാന്ദ്യവും ഒക്കെ കാരണം സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് പിടിച്ചു നിന്നു പോകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വഴിയോര കച്ചവടവും വാഹനങ്ങളിൽ കൊണ്ടു നടന്നുള്ള കച്ചവടവും പരിപൂർണമായിട്ട് നിരോധിച്ചില്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് വ്യാപാരി വ്യവസായ സമിതി തീരുമാനിച്ചിട്ടുള്ളതെന്നും സാജൻ കുന്നേൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് PMAY ഭവന ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സമീർ പദ്ധതി വിശദീകരണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കാലങ്ങളായി തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതം അനുഭവിച്ചു വന്ന ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പദ്ധതിക്കാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ബ്ലോക്കിന്റെ പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 1587 വീടുകളുടെ നിർമ്മാണത്തിനുള്ള അനുമതിയാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. പദ്ധതി ഗുണഭോക്താക്കളുടെ ഒരു പ്രത്യേക സംഗമ പരിപാടി തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ലൈൻ കൊടുക്കുമ്പോൾ
വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ബി തോമസ്, ബിനോയ് വർക്കി, ഉഷ മോഹൻ, ജെസി കാവുങ്കൽ, ആലിസ് വർഗീസ്, ഡിറ്റാജ് ജോസഫ്, റിൻഡാമോൾ, ഡോളി സുനിൽ, സെൽവരാജ്, സ്നേഹ രവി, ജിഇഒ ബിജു എബ്രാഹിം, HC ജോഷി, ജോസഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ കോലാനിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദയാ തണൽ ഡയാലിസിസ് ആൻഡ് എയർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നവംബർ 13 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. തൊടുപുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 14 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSCB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാതല ജാഗ്രതാ സദസ്സ് നവംബർ 12 തൊടുപുഴ വൈദ്യുതി ഭവനിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് മുടക്കുന്നതായി പരാതി. അലോൺസ് ബസിന്റെ ഉടമകളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.